അഞ്ചാം ക്ലാസ്സിലെ ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയച്ച കാര്യമായിരുന്നു, മിസ്സേ പ്രഡിക്ഷൻ വീഡിയോ അല്ലേ, എല്ലാവർക്കും പ്രഡിക്ഷൻ കൊടുത്തല്ലോ, 7ാം ക്ലാസ്സിന് കൊടുത്തു, 5ാം ക്ലാസ്സിന് കൊടുത്തു, ഞങ്ങളുടെ പ്രഡിക്ഷൻ എവിടെയെന്ന് കുറെ കുട്ടികൾ മെസ്സേജ് അയച്ചു. എന്നാൽ ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആണടാ. നിങ്ങളുടെ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ 100% ഷുവർ ആയിട്ടും തീർച്ചയായിട്ടും കാണാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ മിസ് ചെയ്യണ്ട, ഇതൊക്കെ നോക്കി അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചോ. നോക്കിയടാ, ദ ലൈൻസ് ആൻഡ് സർക്കിൾസ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നും വരകളിൽ നിന്നും വട്ടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നത് ഒന്നെങ്കിൽ ഈ ഒരു ക്യൂബ് വരയ്ക്കാനായിരിക്കും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നമുക്ക് വൃത്തങ്ങൾ വരയ്ക്കാൻ നിങ്ങൾക്കറിയാം, ആ വൃത്തങ്ങൾ കൊണ്ട് ഈ ഒരു ഫിഗർ വരയ്ക്കാനായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവുക. ഈ 2 ഫിഗേഴ്സ് നോട്ട് ചെയ്ത് വെച്ചോടാ, നോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങളുടെ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് നിങ്ങൾ കണ്ടിരിക്കും. അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചോ, ഉഷാറായിട്ട് പഠിച്ചു വെച്ചോ. അങ്ങനെയെങ്കിൽ അടുത്ത നോക്കിയടാ, 2ാമത്തെ ചാപ്റ്റർ നമ്പർ വേൾഡ് സംഖ്യാലോകാണ് അല്ലെ. ഈ സംഖ്യാലോകത്തിൽ നിന്നും നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒന്നാമത്തേത് ഹൗ മെനി 4 ഡിജിറ്റ് നമ്പർ, എത്ര 4 അക്ക സംഖ്യകളുണ്ട്, എത്ര 3 അക്ക സംഖ്യകളുണ്ട്, എത്ര 2 അക്ക സംഖ്യകളുണ്ട്. ആ കാണാൻ ഒരു മിസ് ഒരു മാർഗം പറഞ്ഞു തന്നിട്ടുണ്ട്, അത് നോട്ട് ചെയ്ത് അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചോട്ടോ. അതിൽ ഏതെങ്കിലും ഒന്ന് 100% ഷുവർ ആണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നുള്ളത്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് നമ്മളോട് പറയും 0 വരുന്ന കാര്യങ്ങൾ പറയും. അതായത് 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ പോസിബിൾ വിത്ത് 2 0, ഓൺലി 1 0, എനി 0, വിത്തൗട്ട് എനി 0. അങ്ങനെ പറഞ്ഞാൽ 0 വരുന്ന കേസ് ചോദിച്ചിരിക്കും. അതായത് 100ന്റെ പ്ലേസിൽ 0 ഉള്ളത് ചോദിക്കും, അല്ലെങ്കിൽ 10ന്റെ പ്ലേസിൽ 0 ഉള്ളത് ചോദിക്കും. അങ്ങനെ 0 വരുന്ന നമ്പേഴ്സ് 100% ഷുവർ ആണടാ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് ഉണ്ടായിരിക്കും. 0 വരുന്ന നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്ന് ഫൈൻഡ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചോട്ടോ. പഠിച്ചില്ലെങ്കിൽ ഇന്ന് രാത്രിത്തെ ലൈവിൽ വന്നോ, ലൈവിൽ മിസ് മൊത്തം കലക്കി കുടിച്ച് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. യെസ്, അടുത്ത നോക്കിയടാ, മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്സ് ആണ്, ഗുണന രീതികൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഈ ഗുണന രീതികളിൽ നിന്നും നിങ്ങൾ 100% ഷുവർ ആയിട്ടും പഠിച്ചു വെക്കേണ്ടത് നമ്മളോട് ചോദിക്കുന്നത് നമുക്ക് ഒരു സ്ക്വയർ നമ്പർ കിട്ടാൻ എത്ര ഓഡ് നമ്പർ കൂട്ടണം, അതുപോലെ ആ ഒരു 20ാമത്തെ ഓഡ് നമ്പർ എത്ര, 30ാമത്തെ ഓഡ് നമ്പർ എത്ര. അങ്ങനെ ഇതാ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യന് മക്കൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരിക്കും. അതായത് നമ്മളുടെ സ്ക്വയേഴ്സ് ഓഡ് നമ്പർ കൂട്ടിയിട്ടാണ് കിട്ടുന്നത് മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. എത്ര ഓഡ് നമ്പർ കൂട്ടുമ്പോഴാണ് 64 കിട്ടുന്നത്, എത്ര ഓഡ് നമ്പർ കൂട്ടുമ്പോഴാണ് 400 കിട്ടിയത്, എത്ര ഓഡ് നമ്പർ കൂട്ടിയപ്പോഴാണ് 900 കിട്ടിയത്, നിങ്ങളോട് ചോദിക്കും. അവസാനം കൂട്ടുന്ന ഓഡ് നമ്പർ എത്ര, ആ ഒരു ചോദ്യം ഉണ്ടായിരിക്കും. ആ ഒരു ചോദ്യം നിങ്ങൾ അവിടെ കണ്ടിരിക്കും. ഇനി അടുത്ത വരുന്നത് എന്താണ്, നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡില് നിങ്ങളോട് എന്ത് പറയും, ചതുര ഗുണനം ചെയ്യാൻ പറയും. ചതുര ഗുണനം ഈ ഒരു ചതുര ഗുണനം റെക്ടാംഗിൾ മൾട്ടിപ്ലിക്കേഷൻ അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചോട്ടോ. അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചോ. റെക്ടാംഗിൾ മൾട്ടിപ്ലിക്കേഷനിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ വരും. അതായത് നിങ്ങൾക്ക് വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചില ഭാഗം തരാതെ നിങ്ങളോട് പൂരിപ്പിക്കാൻ പറയും. അപ്പൊ ഈ ചതുര ഗുണനം റെക്ടാംഗിൾ മൾട്ടിപ്ലിക്കേഷൻ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിച്ചു വെച്ചോ. അങ്ങനെയെങ്കിൽ നമ്മളുടെ ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ നോക്കി വെക്കേണ്ടത്, ഇവിടെ നോക്കിയേ, 1395 പേന 10 വീതമുള്ള പാക്കറ്റുകളാക്കിയാൽ എത്ര പാക്കറ്റ് നിറയ്ക്കാം, എത്ര പേന മിച്ചമുണ്ടാവും. അതായത് മിച്ചം കാണാൻ നിങ്ങൾക്ക് വന്നിരിക്കും. അതായത് 1365 പേന 10 വീതമുള്ള പാക്കറ്റിലാക്കിയാൽ അവിടെ എത്ര മിച്ചം പേന ഉണ്ടാവും. അതുപോലെ ഇനി എത്ര പേന കൂടി ഉണ്ടെങ്കിൽ പാക്കറ്റ് നിറയ്ക്കാം. അതായത് നമുക്ക് ബാക്കിയുള്ള പാക്കറ്റ് നിറയ്ക്കാൻ എത്ര പേനയും കൂടെ വേണം. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കൂ കേട്ടോ. ഇത് പേനയും പെൻസിലും ഒക്കെ മാറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. പക്ഷെ ഈ സാധനം ഒരൊറ്റ ക്വസ്റ്റ്യൻ മക്കൾ ചെയ്യുന്നത് പഠിച്ചാൽ വേറെ ഏത് തരത്തിൽ നിങ്ങൾക്ക് ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മിസ്സാക്കി തരും. പക്ഷെ നിങ്ങൾ പഠിച്ചേ പറ്റൂ. അതുപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്കൂളിൽ 1775 വിദ്യാർത്ഥികളുണ്ട്. പ്രവേശനോത്സവത്തിന് എല്ലാ കുട്ടികളും ലഡു വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയെങ്കിൽ 25 ലഡു വീതമുള്ള പാക്കറ്റുകളാണ് വാങ്ങിയത്. ആകെ പാക്കറ്റുകളുടെ എണ്ണം എത്ര? അതിഥികൾക്ക് കൊടുക്കാൻ 225 ലഡു കൂടി വാങ്ങി. 15 വീതമുള്ള പാക്കറ്റുകളാണ് വാങ്ങിയത്. എത്ര പാക്കറ്റ് ലഡുവാണ് പുതുതായി വാങ്ങിയത്? നോക്ക്, അതും ഡിവിഷൻ തന്നെയാണ് അല്ലെ, ഹരിക്കാൻ തന്നെയാണ്. ഈ ക്വസ്റ്റ്യൻസിനൊക്കെ പ്രത്യേകത എന്താ അറിയോ മക്കൾ? ഒരൊറ്റ ക്വസ്റ്റ്യൻ വന്നാല് ലഡു ആയാലും ജിലേബി ആണെങ്കിലും നിങ്ങൾ നോക്കിക്കോടാ, നിങ്ങൾക്ക് എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന രീതിയിൽ നിങ്ങൾ ആക്കിയെടുക്കാൻ ഞങ്ങൾക്ക് പറ്റും. ഒരൊറ്റ ക്വസ്റ്റ്യൻ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ. നിങ്ങൾ കൂടുതൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ മക്കൾ ഒന്ന് രാത്രിയത്തെ ലൈവിൽ വരാൻ തയ്യാറായാൽ മാത്രം മതി. രാത്രിയത്തെ ലൈവ് ഒരു റിവഞ്ച് ആയിട്ട് എടുക്കാൻ എന്റെ മക്കൾ റെഡി ആണെങ്കിൽ വാടാ, ഞങ്ങൾ പഠിപ്പിച്ചേ വിടുള്ളൂ. ഇത് ഹനീന മിസ്സിന്റെ വാക്കാണ്, നിങ്ങൾ ഉറപ്പിച്ചോ.